ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. വരാൻ പോകുന്ന SSC ആൻഡ് റെയിൽവേ എക്സാംസിന് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ലാസ്റ്റ് 6 മന്ത്സിലെ, ദാറ്റ് ഈസ് ജനുവരി 2026 മുതൽ ജൂൺ 2026 വരെയുള്ള ലാസ്റ്റ് 6 മന്ത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസാണ് ടോപ്പ് 200 കറണ്ട് അഫയേഴ്സ്. ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പ്രീവിയസ് 3 സെഷൻസിലായിട്ട് ഒട്ടനവധി ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ലെറ്റ്സ് മൂവ് സ്ട്രൈറ്റ് ടു ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which state government has launched the Go East policy to accelerate industrial growth and attract investments from the eastern and northeastern India? ഇതിൽ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് റീസെന്റ് ആയിട്ട് ഗോ ഈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പോളിസി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ടു ആക്സിലറേറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദി ഈസ്റ്റേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ? ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ആസാം ആൻഡ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് അട്രാക്ട് ചെയ്യാനും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗോ ഈസ്റ്റ് പോളിസി ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഒഡീഷ. സോ റീസെന്റ് ആയിട്ട് ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണെന്ത് ഈ ഗോ ഈസ്റ്റ് പോളിസി. ആൻഡ് ഈ ഒരു ഗോ ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് മെയിൻലി ഒഡീഷയിലുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ്. ആൻഡ് ഈ ഒരു സ്കീം വഴി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ റീജിയൻ അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, പെർട്ടിക്കുലർലി വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. സോ റീസെന്റ് നെയ്ബർ ചെയ്ത് കിടക്കുന്ന സ്റ്റേറ്റ്സ് ആണ് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് ആൻഡ് ഛത്തീസ്ഗഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക, ഇൻവെസ്റ്റ്മെന്റ്സിനെ അട്രാക്ട് ചെയ്യുക, അതുവഴി ഒഡീഷയുടെ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ഒഡീഷയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൊണ്ടുവരിക. ഇതിന്റെ ഭാഗമായിട്ട് ഒഡീഷ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണിത് ഗോ ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഗോ ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്ത് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മോഹൻ ചരൺ മാജിയാണ്. സോ ഒഡീഷയുടെ CM ആണ് മോഹൻ ചരൺ മാജി. സോ ഒഡീഷയുടെ CM ആയിട്ടുള്ള മോഹൻ ചരൺ മാജിയാണ് ഈ ഒരു ഗോ ഈസ്റ്റ് പോളിസി എന്ത് ചെയ്തത്, റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, India's first offshore airport has been approved for development in which state? ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്രൂവൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി തമിഴ്നാടു ആൻഡ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. അപ്പൊ ഇന്ത്യയിലെ ഇവയിൽ ഏത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. സോ ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് മഹാരാഷ്ട്രയിലെ പൽഗാറിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മഹാരാഷ്ട്രയിലുള്ള പൽഗാറിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള അപ്രൂവൽ എന്ത് ചെയ്തിട്ടുണ്ട്, മഹാരാഷ്ട്ര ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാൽഗാർ ആയിരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഓഫ് ഷോർ എയർപോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു എയർപോർട്ട് നമ്മുടെ മെയിൻലാൻഡിലായിരിക്കില്ല, അതായത് നമ്മുടെ ലാൻഡിലായിരിക്കില്ല. ഇപ്പോൾ ഉള്ള നമ്മുടെ ട്രഡീഷണൽ എയർപോർട്ട്സ് പോലെ നമ്മുടെ ലാൻഡിലുള്ള എയർപോർട്ട് ആയിരിക്കില്ല ഈ ഒരു ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റീക്ലെയിംഡ് ലാൻഡുകളിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിലായിട്ട്, ഒന്നെങ്കിൽ റീക്ലെയിംഡ് ലാൻഡുകളിലായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡുകളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന എയർപോർട്ട്സ് ആണെന്ന് ഈ ഒരു ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത്. സോ റീക്ലെയിംഡ് ലാൻഡുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ്. സോ റീക്ലെയിംഡ് ലാൻഡുകളിലോ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിലോ കൺസ്ട്രക്ട് ചെയ്യുന്ന എയർപോർട്ട് ആണെന്ന് ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത്. റീക്ലെയിംഡ് ലാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്പേസിന് അല്ലെങ്കിൽ ലാൻഡിന് ചില റെസ്ട്രിക്ഷൻസ് ഉള്ള കൺട്രീസ് ഉണ്ട്, അതായത് ലാൻഡ് ഏരിയ കുറവുള്ള ചില കൺട്രീസ് ഉണ്ട്. ആ കൺട്രീസിലൊക്കെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, എയർപോർട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത്.
അപ്പോൾ എന്താണ് ഈ ഓഫ് എന്താണ് ഈ റീക്ലെയിംഡ് ലാൻഡ് അല്ലെങ്കിൽ റീക്ലെയിംഡ് ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സീയിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ സീയിൽ തന്നെ എന്ത് ചെയ്യും, സീ ബെഡിനെ എന്താ റൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അതായത് റോക്സും അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസും ഇട്ടുകൊണ്ട് ആ ഒരു സീ ബെഡിനെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ റൈസ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ സീയിൽ തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ പോർഷൻ എന്ത് ചെയ്യും, നമ്മൾ വോള് കെട്ടി എന്ത് ചെയ്യും, അതിനെ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്നുള്ള വാട്ടർ പമ്പ് ചെയ്ത് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു ലാൻഡ് ഏരിയ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തെടുക്കും. അതായത് സീയുടെ നടുക്കായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ലാൻഡ് എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്തെടുക്കും. അതായത് ചില ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലാൻഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് എയർപോർട്ടുകളെ വിളിക്കുന്ന പേരാണെന്ത്, ഓഫ് ഷോർ എയർപോർട്ട്. സോ ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻലാൻഡ് ഏരിയയിൽ ആയിരിക്കില്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്, പകരം റീക്ലെയിംഡ് ലാൻഡുകളിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് സീക്ക് നടുവിലുള്ള റീക്ലെയിംഡ് ലാൻഡുകളിൽ, അതായത് നമ്മൾ ഹ്യൂമൻസ് തന്നെ എന്തെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്ത അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത ഒരു ലാൻഡ് ഏരിയയിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു എയർപോർട്ട് ഇന്ത്യയിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പാൽഗാറിലുള്ള ഈ ഒരു എയർപോർട്ട് ആയിരിക്കും എന്ത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടെക്നോളജി പല കൺട്രീസും എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ തന്നെ അഡോപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജപ്പാൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയ. സോ ജപ്പാൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയ ഇതുപോലെയുള്ള കൺട്രീസ്, ജപ്പാൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയ ഇതുപോലെയുള്ള കൺട്രീസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഓഫ് ഷോർ എയർപോർട്ട്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ മെയിൻലി ലാൻഡിന് പ്രശ്നമുള്ള അല്ലെങ്കിൽ ലാൻഡ് ഏരിയ വളരെ കുറവുള്ള ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഓഫ് ഷോർ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ ഹെവിലി പോപ്പുലേറ്റഡ് ഏരിയയെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്ത് ചെയ്യും, സീയുടെ നടുവിലായിട്ട് എന്ത് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് അല്ലെങ്കിൽ ഒരു റീക്ലെയിംഡ് ലാൻഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാൽഗാറിലായിരിക്കും, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. സോ മഹാരാഷ്ട്രയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഷോർ എയർപോർട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നിയർ ദി കോറേ ബീച്ച്. സോ കോറേ ബീച്ചിന്റെ അടുത്തായിട്ടായിരിക്കും ഈ ഒരു ഓഫ് ഷോർ എയർപോർട്ട് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി കൺസ്ട്രക്റ്റഡ് നിയർ ദി കോറേ ബീച്ച്. സോ കോറേ ബീച്ചിന്റെ അടുത്തുള്ള ഒരു ഏരിയ ആണ് പാൽഗാർ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു ഓഫ് ഷോർ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, India's first flex fuel passenger vehicle recently launched by the Union Ministry of Petroleum and Natural Gas has been developed by which of the following companies? So ഇതിൽ ഏത് കമ്പനിയാണ്, ഏത് കാർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അല്ലെങ്കിൽ വെഹിക്കിൾ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടാറ്റ മോട്ടോഴ്സ്, ഓപ്ഷൻ ബി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഓപ്ഷൻ സി ഹ്യുണ്ടൈ മോട്ടോർ ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി മാരുതി സുസുക്കി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, മാരുതി സുസുക്കി. സോ മാരുതി സുസുക്കി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ എന്ത് ചെയ്തത്, റീസെന്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുകയും ലോഞ്ച് ചെയ്യുകയും ചെയ്തത്. ഇനി എന്താണ് ഈ ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ഫ്യൂവൽസിൽ, അതായത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫ്യൂവൽസിൽ ഒരേ സമയം റൺ ചെയ്യാൻ സാധിക്കുന്ന അഡാപ്റ്റബിലിറ്റി ഉള്ള, സോ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫ്യൂവൽസിൽ ഒരേ സമയം റൺ ചെയ്യാൻ സാധിക്കുന്ന അത്രയും അഡാപ്റ്റബിലിറ്റി ഉള്ള വെഹിക്കിൾസ് ആണെന്ത്, ഈ ഒരു ഫ്ലെക്സി ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വെഹിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റും, പല ടൈപ്പ് ഓഫ് ഫ്യൂവൽസിൽ, അതായത് മൾട്ടി ടൈപ്പ് ഓഫ് ഫ്യൂവൽസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും E20 പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ടേം ആണ് E20 പെട്രോൾ, അതായത് എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ E20 പെട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് 80% പെട്രോൾ ആണ്. സോ E20 പെട്രോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 80% പെട്രോൾ ആണ്, അതേസമയം ബാക്കി 20% എന്താണ്, എത്തനോൾ ആണ്. സോ 80% പെട്രോൾ, 20% എത്തനോൾ. ഇതാണ് നമ്മുടെ E20 പെട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ E20 പെട്രോൾ മുതൽ E100 പെട്രോൾ വരെയുള്ള ഫ്യൂവൽസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെഹിക്കിളിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ നിലവിലുള്ള വെഹിക്കിൾസ്, അതായത് ഇപ്പോൾ 2023 മുന്നേ മാനുഫാക്ചറുള്ള വെഹിക്കിൾസ് എന്തല്ല, E20 കോമ്പാറ്റബിൾ അല്ല. അതായത് ആ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ ആ വെഹിക്കിൾസിനകത്ത് E20 പെട്രോൾ ഒഴിക്കുന്നുണ്ട്, ഒരുപാട് എന്തുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റുകളും നടക്കുന്നുണ്ട്. അതേസമയം ഒരു ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ
അതിന് E20 പെട്രോൾ മുതൽ E100 പെട്രോൾ, അതായത് 100% പ്യുവർ എത്തനോൾ വരെയുള്ള ഫ്യൂൽസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാനായിട്ട് പറ്റും. സോ 100% പ്യുവർ എത്തനോൾ വരെയുള്ള ഫ്യൂൽസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഇതിന് പല കോമ്പിനേഷനുള്ള ഫ്യൂൽസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ. അതായത് E20 പെട്രോൾ മുതൽ E100 പെട്രോൾ, അതായത് E20 പെട്രോൾ മീൻസ് 20% എത്തനോൾ ഉള്ള പെട്രോൾ മുതൽ E100 പെട്രോൾ, E100 പെട്രോൾ എന്ന് പറയില്ല, സോ E100 ഫ്യൂലിനകത്ത് വരെ, അതായത് 100% എത്തനോളിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വെഹിക്കിളിന് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കോമ്പാറ്റബിൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വെഹിക്കിളിന്റെ ഫ്യൂവൽ ലൈനിങ്ങിനകത്ത് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ സെൻസർ ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ ഫ്യൂവൽ ലൈനിങ്ങിനകത്ത് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ സെൻസർ ഉണ്ട്. ഈ ഒരു സ്പെഷ്യൽ സെൻസർ എന്ത് ചെയ്യും, ഈ ഒരു വണ്ടിക്കകത്ത് ഒഴിക്കുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്യൂവലിന്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് എൻജിൻ കൺട്രോൾ യൂണിറ്റിനെ ഇൻഫോം ചെയ്യും. എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ ഇഗ്നിഷനും അതുപോലെ സ്പാർക്കിന്റെ അഡ്ജസ്റ്റ്മെന്റും എല്ലാം നടത്തിയിട്ട് എന്ത് ചെയ്യും, ആ ഒരു എൻജിൻ എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യും. അതാണ് ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഫ്യൂൽസിൽ അല്ലെങ്കിൽ പല കോമ്പിനേഷനുള്ള ഫ്യൂൽസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. E20 പെട്രോൾ മുതൽ E85 പെട്രോൾ, അതായത് 85% എത്തനോളുള്ള പെട്രോൾ വരെയും അതുപോലെ 100% പ്യുവർ എത്തനോളിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഈ വെഹിക്കിൾസിന് അറ്റ് ദ സെയിം ടൈം റൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ വെഹിക്കിൾസിന് ഒരൊറ്റ പെട്രോൾ ടാങ്കേ കാണുള്ളൂ, അതിനകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂവൽ ലൈനിങ്ങിനകത്ത്, ഈ ഒരു വണ്ടിയുടെ ഫ്യൂവൽ ലൈനിങ്ങിനകത്ത് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ സെൻസർ ഉണ്ട്. ഈ സ്പെഷ്യൽ സെൻസർ എന്ത് ചെയ്യും, ഏത് ഫ്യൂവൽ ആണോ എഞ്ചിനിലേക്ക് പോകുന്നത് അതിന്റെ കോമ്പോസിഷൻ എന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യും. അത് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിനെ ഇൻഫോം ചെയ്യും. എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും, അതനുസരിച്ച് മൈനർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തും. അതായത് സ്പാർക്കിങ്ങിന്റെ കാര്യത്തിനകത്തും അതുപോലെ തന്നെ കമ്പഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, മൈനർ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് വളരെ എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ഫ്യൂൽ പാസഞ്ചർ വെഹിക്കിൾ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. ഇനി വരാൻ പോകുന്ന SSC എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ല, അതുപോലെ തന്നെ ഏതൊക്കെ എക്സാമിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ദിശ അക്കാഡമിയുടെ ഈ ഒരു SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത് SSCയുടെ എല്ലാ എക്സാംസിനും, അതായത് 10th ക്വാളിഫിക്കേഷൻ മുതൽ ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാ എക്സാംസിനെയും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിൽ സിലബസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിലബസ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഒരു SSC റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 10th ലെവൽ മുതൽ, SSCയുടെ 10th ലെവൽ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള എല്ലാ എക്സാംസിനും നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സിലബസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് പ്രൈസ് എന്ന് പറയുന്നത് 4,999 rupees ആണ്. പക്ഷെ ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഒരു 10% ഓഫർ അവൈലബിൾ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 4,500 rupeesന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ലൈവ് പ്ലസ് റെക്കോർഡഡ് കോഴ്സ് ആണ്. അതായത് ഇതിനകത്ത് ലൈവ് സെഷൻസും ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മെന്റർ സപ്പോർട്ടും എന്താണ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ദെൻ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡെമോ ക്ലാസ്സസ് കാണണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ദിശ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മുടെ ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ ക്ലാസ്സസ് കണ്ടു നോക്കുക. ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു അത്രയും നല്ലത്. ബിക്കോസ് ഇനിഷ്യൽ സ്റ്റേജസിൽ തന്നെ നിങ്ങൾ ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സസ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കവറപ്പ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് regarding the Pradhan Mantri Street Vendors Atmanirbhar Nidhi or PM Swanidhi scheme. അതായത് 2020 തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് പ്രധാൻ മന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ്
ആത്മനിർഭർ നിധി ഓർ PM സ്വനിധി സ്കീം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it was launched in June 2020 to provide collateral-free working capital loans to street vendors. Second statement, under the scheme, vendors can avail loan tranches of rupees 10,000, rupees 20,000 and rupees 50,000 on timely repayment. Third statement, the scheme is implemented by the Ministry of Rural Development. And fourth statement, digital transactions by beneficiaries are incentivized through cashback. Which of the following statements given are above are correct? അപ്പോൾ PM സ്വനിധി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1, 2 and 4 only. ഓപ്ഷൻ ബി 1 and 3 only. ഓപ്ഷൻ സി 2, 3 and 4 only. And ഓപ്ഷൻ ഡി 1, 2, 3 and 4. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ജൂൺ 2020 ടു പ്രൊവൈഡ് കൊളാറ്ററൽ ഫ്രീ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ടു സ്ട്രീറ്റ് വെൻഡേഴ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് 2020 അതായത് കോവിഡ് പാൻഡമിക് ടൈമിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത സ്കീമാണെന്ത് PM സ്വനിധി സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു PM സ്വനിധി സ്കീം ലോഞ്ച് ചെയ്തത് എന്തിനാന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു COVID-19 പാൻഡമിക് മൂലം സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അഫക്റ്റഡ് ആയിട്ടുണ്ട്. ആ സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവരുടെ ബിസിനസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ആൻഡ് ഇങ്ങനെ ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈടൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല. സോ ദീസ് ആർ കൊളാറ്ററൽ ഫ്രീ ലോൺസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്ത് 2020 ഈ ഒരു സ്കീം വഴി സ്ട്രീറ്റ് വെൻഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ, അവരുടെ ബിസിനസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാൻ, COVID-19 പാൻഡമിക് മൂലം അഫക്ട് ചെയ്യപ്പെട്ട അവരുടെ ബിസിനസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തുണ്ട്? ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ലോൺ കൊടുക്കുന്നതിന് എന്തിന്റെ ആവശ്യമില്ല? കൊളാറ്ററിന്റെ ആവശ്യമില്ല. സോ കൊളാറ്റർ ഇല്ലാതെ, ഈടില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രീറ്റ് വെൻഡേഴ്സിന് അവരുടെ ബിസിനസ്സസ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അണ്ടർ ദ സ്കീം the street vendors can avail loan tranches of rupees 10,000, rupees 20,000 and rupees 50,000 on timely repayment. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിന് ലോൺ കിട്ടുന്നുണ്ട്. പക്ഷെ കിട്ടുന്ന ലോൺ ട്രാൻചസ് എന്ന് പറയുന്നത് 15,000, so 15,000, 25,000, 15,000, 25,000 and 50,000. ഇതാണ് കിട്ടുന്ന ലോൺ എമൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ PM സ്വനിധി സ്കീമിന്റെ അണ്ടറിൽ കിട്ടുന്ന ലോൺ ട്രാൻചസ് അല്ലെങ്കിൽ ലോൺ എമൗണ്ട്സ് എന്ന് പറയുന്നത് 15,000, 25,000 and 50,000. ആൻഡ് ഇത് ട്രാൻചസ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്ത് കിട്ടും? 15,000 റുപ്പീസ് ലോൺ ആയിട്ട് കിട്ടും, നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ലോൺ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ടേം ഓഫ് ലോൺ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ലോണിന്റെ സെക്കൻഡ് ടേം ആയിട്ടുള്ള 25,000 റുപ്പീസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഈ ലോണും നിങ്ങൾ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 50,000 റുപ്പീസ് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ട്രാൻചസ് ആയിട്ടാണ്, അതായത് പല സ്റ്റേജസിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് 15,000 റുപ്പീസ് വരെ ലോൺ കിട്ടും. അത് കറക്റ്റായിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബിസിനസ് ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ 25,000 റുപ്പീസിന്റെ ലോൺ എടുക്കാനായിട്ട് പറ്റും. ആ ലോണും കറക്റ്റായിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ സ്റ്റേജിൽ 50,000 റുപ്പീസിന്റെ ലോൺ എന്ത് ചെയ്യാൻ പറ്റും? അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഇതാണ് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? The scheme is implemented by the Ministry of Rural Development. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. സോ മിനിസ്ട്രി ഓഫ് ഹൗസിംഗും അർബൻ ഡെവലപ്മെന്റും കൂടെ ചേർന്നിട്ടാണ്. സോ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. സോ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. സോ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലാതെ റൂറൽ ഡെവലപ്മെന്റ് അല്ല. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ബൈ ബെനിഫിഷ്യറീസ് ആർ ഇൻസെന്റിവൈസ് ത്രൂ ക്യാഷ് ബാക്ക്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് ഈ ലോൺ എടുക്കുന്ന ബെനിഫിഷ്യറീസ് അവരെടുക്കുന്ന ലോൺ എമൗണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് വഴിയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾ ലോൺ എടുത്തു എന്ന് വിചാരിക്കാം.
ആൻഡ് അയാളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിന്റെ പേയ്മെന്റ് ഡിജിറ്റലി ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? ക്യാഷ് ബാക്ക് കിട്ടും. ഇങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ലോൺ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഇൻട്രസ്റ്റിനകത്ത് സബ്സിഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ സബ്സിഡി ഓൺ ഇൻട്രസ്റ്റ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ടൈംലി റീപേയ്മെന്റ് അതല്ലെങ്കിൽ ഏർലി റീപേയ്മെന്റ്, ഈ ലോണ് കാലാവധിക്ക് മുന്നേ തിരിച്ചടച്ചാലോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തിരിച്ചടച്ചാലോ, അതായത് കറക്റ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാലോ ഇൻട്രസ്റ്റിനകത്ത് എന്ത് കിട്ടുന്നുണ്ട്? സബ്സിഡി കിട്ടുന്നുണ്ട് അപ് ടു 7% പെർ ആനം. അതായത് ഈ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? പലിശ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. അതായത് മുതലും പലിശയും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുന്നത്. ഇങ്ങനെ ലോൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് മുന്നേ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ടൈമിന് മുന്നിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ലോൺ റീപേ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് മുന്നേ തന്നെ റീപേ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റിനകത്ത് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ്രോക്സിമേറ്റ്ലി 7%, അതായത് 7% പെർ ആനം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് സബ്സിഡി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് സബ്സിഡി എന്ത് ചെയ്യുന്നുണ്ട്? സബ്സിഡി ഓൺ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സംഗതി ഇത്രയേ ഉള്ളൂ. ഇപ്പോ നിങ്ങൾ എടുത്ത ലോൺ എമൗണ്ടിന് 10% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കാം. നിങ്ങൾ എടുത്ത ലോൺ എമൗണ്ടിന് 10% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ ലോൺ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് റീപേ ചെയ്യുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച പലിശ ഉണ്ടല്ലോ, 10% പലിശ, അതിന്റെ 7%, അതായത് നിങ്ങൾ 10% പലിശയായിട്ട് അടച്ചെന്നുണ്ടെങ്കിൽ അതിന്റെ 7% എന്ത് ചെയ്യും? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യും. അതായത് സബ്സിഡി ആയിട്ട് എന്ത് ചെയ്യും? റീഫണ്ട് ചെയ്യും. വിച്ച് മീൻസ് ഇൻ ഇഫക്റ്റ് നിങ്ങൾക്ക് എന്തേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ? 3% ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. സോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ലോൺ റീപേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലാവധിക്ക് മുന്നേ നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ടൈംലി മാനേജ്മെന്റ് ഇൻസെന്റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റിനകത്ത് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ അടച്ച ഇൻട്രസ്റ്റിൽ നിന്ന് 7% എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട്. അതായത് നിങ്ങൾ അടച്ചുകൊണ്ടിരുന്ന ഇൻട്രസ്റ്റ് 10% ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ 7% എന്ത് ചെയ്യും? നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് റീഫണ്ട് ചെയ്ത് തരും. വിച്ച് മീൻസ് ഇൻ ഇഫക്റ്റ് നിങ്ങൾ എന്ത് മാത്രമേ അടയ്ക്കുന്നുള്ളൂ? 3% മാത്രമേ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നുള്ളൂ. അതായത് അടച്ച പലിശയുടെ 7% എന്ത് ചെയ്യും? തിരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. അപ്പോൾ ഇതാണെന്ത്? ഈ ഒരു PM സ്വനിധി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്നാണ് കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് 1 and 4 only. ഇത് 3 അല്ലേ, 4 ആണ്. So correct answer is option B, 1 and 4 only. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്, 1 and 4 only. So first statementum fourth statementum മാത്രമാണെന്ന് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ആണ് it is incorrect. Next question. What is India's rank in the United Nations Sustainable Development Goals Index 2026? So 2026 യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 94th, ഓപ്ഷൻ ബി 90th, ഓപ്ഷൻ സി 92nd ആൻഡ് ഓപ്ഷൻ ഡി 99th. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 94th. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നതാണ് 94th ആണ്. ഇനി ഒരു ഇൻഡെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. It is published by the United Nations Sustainable Development Solutions Network, that is SDSN, Sustainable Development Solutions Network. അപ്പോൾ എല്ലാ വർഷവും എവറി ഇയർ, അതായത് ആനുവലി എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതാണ്
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ട് 2026, SDG റിപ്പോർട്ട് 2026. സോ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ട് 2026. ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ട് 2026-നകത്ത് 167 കൺട്രീസിനെയാണ് എന്ത് ചെയ്യുന്നത്, 167 കൺട്രീസിനെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ 167 കൺട്രീസിൽ certain parameters എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺട്രീസിലുള്ള 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ അച്ചീവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ട് 2026 167 കൺട്രീസിൽ ഉള്ള എല്ലാ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെയും അച്ചീവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ 167 കൺട്രീസിന്റെ പെർഫോമൻസ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ട് 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് റിപ്പോർട്ടിനകത്ത് 167 കൺട്രീസിന്റെ പെർഫോമൻസ് ആണ് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ട പെർഫോമൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. ഈ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ അച്ചീവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ 17, അതായത് യുണൈറ്റഡ് നേഷൻസ് ടോട്ടൽ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെയും അച്ചീവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 167 കൺട്രീസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള അവരുടെ പെർഫോമൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിപ്പോർട്ടിനകത്ത് എന്ത് ചെയ്യുന്നത് അസസ് ചെയ്യുന്നത്. ആൻഡ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ത് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത്തവണത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 94th ആണ്. അതായത് 167 കൺട്രീസിൽ 94ാമത്തെ റാങ്ക് ആണ്. സോ 167 കൺട്രീസിൽ 94ാമത്തെ റാങ്ക് ആണ് ഇത്തവണ ഇന്ത്യക്കുള്ളത്. ആൻഡ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഇയറിനേക്കാളും ഫാർ ബെറ്റർ ആണ്. ആൻഡ് ഇൻഫാക്ട് ഇതാണ് ഇന്ത്യയുടെ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇതുവരെ 2015 എന്ത് ചെയ്യുന്നത് ഇന്ത്യ SDG ഗോൾസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആൻഡ് 2015 ശേഷം ഇന്ത്യയുടെ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നതാണ് ഇതാണ്. സോ ദിസ് ഇസ് ദ ഹയസ്റ്റ് പൊസിഷൻ ഓഫ് ഇന്ത്യ സിൻസ് ഇന്ത്യ ഹാവ് സ്റ്റാർട്ടഡ് ടു അഡോപ്റ്റ് ദി SDG. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മുതൽ 2015 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ ഹയസ്റ്റ് റാങ്കിങ് ആണെന്ത് ഒരു 94 എന്ന് പറയുന്നത്. അപ്പോൾ 167 കൺട്രീസിൽ 94ാമത്തെ റാങ്ക് ആണ് 2026 ഇൻഡെക്സിൽ നമുക്കുള്ളത്. ആൻഡ് ഇതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പ് റാങ്ക് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ഫസ്റ്റ് റാങ്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിലെ ഫസ്റ്റ് റാങ്ക് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫിൻലാൻഡ്. സോ ഫിൻലാൻഡിനാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിലെ ഒന്നാമത്തെ റാങ്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റാങ്ക് ഈസ് ഫിൻലാൻഡ്. സോ ഫിൻലാൻഡ് ആണ് ഈ ഒരു ഇൻഡെക്സിനകത്ത് എന്ത് ചെയ്യുന്നത്, ടോപ്പ് ചെയ്യുന്നത്. ആൻഡ് ഫിൻലാൻഡിന് ശേഷം സ്വീഡൻ, മറ്റ് നോർഡിക് കൺട്രീസ് ആയിട്ടുള്ള സ്വീഡനും ഡെൻമാർക്കും എല്ലാം സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് 3 പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിൻലാൻഡ്, സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. സോ ഫസ്റ്റ് റാങ്ക് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഫിൻലാൻഡിനാണ്. ഫിൻലാൻഡിന് ശേഷം സെക്കൻഡ് പൊസിഷൻ സ്വീഡനാണ്. സ്വീഡന് ശേഷം തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഡെൻമാർക്കിനാണ്. ഇനി ഇതിന്റെ ബോട്ടം കൺട്രീസ്, ഈ റാങ്കിന്റെ ബോട്ടം റാങ്കിലുള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ സോ ഈ ഇൻഡെക്സിന്റെ ബോട്ടം റാങ്കിലുള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ചാഡ്, ദ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സോ ചാഡ്, the Central African Republic and South Sudan. So Chad, Central African Republic. So Chad, Central African Republic and South Sudan. So Chad, Central African Republic, South Sudan. ഇതാണ് ബോട്ടം റാങ്കിലുള്ള കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സിന്റെ ടോപ്പ് റാങ്കിലുള്ളത് ഫിൻലൻഡ് ആണ്. ഫിൻലൻഡിന് ശേഷം സ്വീഡൻ, സ്വീഡന് ശേഷം ഡെൻമാർക്ക്. ബോട്ടം റാങ്കിലുള്ള കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ആൻഡ് സൗത്ത് സുഡാൻ. ആൻഡ് ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 94 ഔട്ട് ഓഫ് 167 കൺട്രീസ്. 167 കൺട്രീസിൽ 94ാമത്തെ റാങ്ക് ആണ് ഈ ഒരു ഇൻഡെക്സിൽ എന്നുള്ളത് ഇന്ത്യക്കുള്ളത്. ആൻഡ് ഇതാണ് ഇന്ത്യയുടെ ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇതുവരെയുള്ള ഇന്ത്യയുടെ ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നതാണ് 94 ആണ് ഔട്ട് ഓഫ് 167. ഇനി ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റിപ്പോർട്ടിന്റെ, യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. ആരാണ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്.
അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 167 കൺട്രീസിലായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യപ്പെടുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കൺട്രീസിന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡെക്സിനകത്ത് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ സീഡ്സ് കിസാൻ മിത്ര ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. എന്താണ് ഓയിൽ സീഡ്സ് കിസാൻ മിത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, എ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ട്രെയിനിങ് സ്കീം ഫോർ ദി ഓയിൽ സീഡ് ഫാമേഴ്സ്. Option B, a WhatsApp-based AI advisory service for oilseed cultivation. Option C, a crop insurance scheme for oilseed growers. Option D, a national mission for edible oil imports. So ഇതിൽ എന്താണ് ഓയിൽ സീഡ്സ് കിസാൻ മിത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, എ വാട്സ്ആപ്പ്-based AI advisory for oilseed cultivation. സോ ഇന്ത്യയിൽ ഓയിൽ സീഡ് കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള AI അഡ്വൈസറി ആണെന്ത് ഈ ഒരു ഓയിൽ സീഡ്സ് കിസാൻ മിത്ര എന്ന് പറയുന്നത്. അതായത് ഓയിൽ സീഡ്സ് കൾട്ടിവേറ്റേഴ്സിന് കൾട്ടിവേഷൻ മുതൽ, അതായത് സീഡ്സ് സോ ചെയ്യുന്നത് മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് AI അഡ്വൈസറി ചാറ്റ് ബോട്ടുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് AI അഡ്വൈസറി സർവീസ്, ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് AI അഡ്വൈസറി സർവീസ് എന്ന് പറയുന്നത് 24/7 എന്താണ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ 24/7. സോ 24/7 എന്താണ് ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള AI അഡ്വൈസറി അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു സർവീസ് ഇന്ത്യയുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലും, സോ ഇന്ത്യയിലുള്ള 22 ഒഫീഷ്യൽ റീജിയണൽ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലും എന്താണ് ഈ ഒരു സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓയിൽ സീഡ്സിന്റെ കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള AI അഡ്വൈസറി സർവീസ് ആണെന്ത് ഓയിൽ സീഡ്സ് കിസാൻ മിത്ര എന്ന് പറയുന്നത്. ഇതൊരു 24/7 സർവീസ് ആണ്. എല്ലാ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലും, സോ ഇന്ത്യയുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജസിലും എന്താണ് ഈ ഒരു സർവീസ് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് AI അഡ്വൈസറി സർവീസ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള AI അഡ്വൈസറി സർവീസ് ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓയിൽ സീഡ് റിസർച്ച്. സോ ഈ ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് AI അഡ്വൈസറി ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐക്കറിന്റെ, ദാറ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓയിൽ സീഡ്സ് റിസർച്ച് ആണ് എന്ത് ചെയ്തത്, ഇത് ഡെവലപ്പ് ചെയ്തത്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓയിൽ സീഡ് റിസർച്ച്, IIOR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓയിൽ സീഡ് റിസർച്ച്, IIOR, ഹൈദരാബാദിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള AI അഡ്വൈസറി എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ സീഡ്സ് കിസാൻ മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ബേസ്ഡ് AI അഡ്വൈസറി സർവീസ് ഡെവലപ്പ് ചെയ്തത് ഐക്കറിന്റെ, ദാറ്റ് ഈസ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓയിൽ സീഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വിങ് ആണ്, വിച്ച് ഇസ് ബേസ്ഡ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. Next question. Consider the following statements regarding the dancing girl of Mohenjo-daro. സോ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഡാൻസിങ് ഗേളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എ ബ്രോൺസ് ഫിഗറൈൻ ബിലോങ്ങിങ് ടു ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. Second statement, it was made using the lost wax casting technique. Third statement, it is approximately 10.5 centimeter high and dates to around 2500 BCE. Fourth statement, it was discovered at Harappa and is presently kept at the Indian Museum, Kolkata. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Option A, 1, 2 and 3 only. Option B, 1 and 4 only. Option C, 2, 3 and 4 only. And option D, 1, 2, 3 and 4. അപ്പോൾ ഡാൻസിങ് ഗേളിനെ കുറിച്ചുള്ള, അതായത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാൻസിങ് ഗേളിനെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രോൺസ് ഫിഗറൈൻ ബിലോങ്ങിങ് ടു ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത് ബ്രോൺസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ബ്രോൺസ് യൂസ് ചെയ്തിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു ബ്രോൺസ് സ്റ്റാച്യു ആണ്, അല്ലെങ്കിൽ ഒരു ബ്രോൺസ് ഫിഗറൈൻ ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ബിലോങ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് മെയ്ഡ് യൂസിങ് ദി ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് കറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ ആ ഒരു സ്റ്റാച്യു കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്ക് എന്താന്ന് ഓൾറെഡി, അതായത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഒന്നും കൂടെ പറയാം. എന്താണ് ഈ ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് വേണ്ട ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഏത് ഫിഗർ ആണോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ആ ഫിഗർ ഉണ്ടല്ലോ, നമ്മൾ വാക്സിനകത്ത് എന്ത് ചെയ്യും, അതിന്റെ ഒരു മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഒരു മോൾഡ് വെച്ചിട്ട് കവർ ചെയ്യും. ആ മോൾഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ സെറാമിക് ആയിരിക്കാം. അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ഹീറ്റ് ചെയ്യും. അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അകത്തിരിക്കുന്ന വാക്സ് ഉണ്ടല്ലോ, ആ വാക്സ് മെൽറ്റ് ആയിട്ട് പോകും. അങ്ങനെ മെൽറ്റ് ആയിട്ട് പോകുമ്പോൾ അകത്ത് എന്ത് ചെയ്യും, ഒരു ഹോളോ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഹോളോ സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഹോളോ സ്പേസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനകത്തേക്ക് മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, അത് ബ്രോൺസ് ആകാം, കോപ്പർ ആകാം. സോ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, അതിനകത്തേക്ക് പോർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൂൾ ചെയ്യാനായിട്ട് അനുവദിക്കും, സോൾഡിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, അനുവദിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ലാസ്റ്റ് അതിന്റെ പുറത്തുള്ള മോൾഡ് എന്ത് ചെയ്യും, നമ്മൾ ബ്രേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണോ, ഏത് ഫിഗർ ആണോ വേണ്ടിയിരുന്നത്, അതിന്റെ ആ ഒരു മെറ്റാലിക് ഫോം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്യും, വാക്സിന്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, ഒരു മോൾഡ് വെച്ചിട്ട് കവർ ചെയ്യും. ആ മോൾഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ആകാം, അല്ലെങ്കിൽ സെറാമിക് ആകാം, അല്ലെങ്കിൽ ക്ലേ ആകാം. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അകത്തുള്ള വാക്സ് എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്ത് പോകും. ആ മെൽറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്ന ഹോളോ ആയിട്ട് മാറും. ഹോളോ ആയിട്ട് മാറുന്ന ആ സ്പേസിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്യും, പോർ ചെയ്യും. അത് കോപ്പർ ആകാം, ബ്രോൺസ് ആകാം. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ കൂൾ ചെയ്യും, അല്ലെങ്കിൽ സോൾഡിഫൈ ചെയ്യാനായിട്ട് അനുവദിക്കും. എന്നിട്ട് അത് സോൾഡിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂൾ ചെയ്ത് കഴിയുമ്പോൾ പുറത്തുള്ള മോൾഡ് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് കളയും. ഇതാണ് ലോസ്റ്റ് വാക്സ് കാസ്റ്റിംഗ് ടെക്നിക്. ഈ ഒരു ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യു എന്തിരിക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. Then third statement എന്താണ്, it is approximately 10.5 cm high and dates to around 2500 BC. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതായത് ഈ ഒരു മോഹൻജദാരോയിലെ ഡാൻസിങ് ഗേളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10.5 സെന്റിമീറ്റേഴ്സ് ആണ്. അതായത് 10.5 സെന്റിമീറ്റേഴ്സ് മാത്രമുള്ള ഒരു സ്റ്റാച്യു ആണ് ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യു എന്ന് പറയുന്നത്. ഇനി സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it was discovered at Harappa and is presently kept at the Indian Museum, Kolkata. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇൻകറക്റ്റ് ആണ്. ബിക്കോസ് ഈ ഒരു സ്റ്റാച്യു നമ്മൾ ഡിസ്കവർ ചെയ്തത് മോഹൻജദാരോയിൽ നിന്നാണ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം മോഹൻജദാരോ. അത് ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഫ്രം മോഹൻജദാരോ. സോ മോഹൻജദാരോയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റാച്യു, ഡാൻസിങ് ഗേളിന്റെ ബ്രോൺസ് സ്റ്റാച്യു എന്തിരിക്കുന്നത്, ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഇനി ആരാണ് ഡിസ്കവർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1920 ബൈ ഏണസ്റ്റ് മക്കേ. സോ 1920 ഏണസ്റ്റ് മക്കയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാച്യു ഡിസ്കവർ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1920 ബൈ ഏണസ്റ്റ് മക്കേ. സോ 1920 ഏണസ്റ്റ് മക്കേ മോഹൻജദാരോയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യു റിക്കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോ ഈ ഒരു സ്റ്റാച്യു എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ നാഷണൽ മ്യൂസിയം, ന്യൂഡൽഹി. സോ ന്യൂഡൽഹിയിലുള്ള നാഷണൽ മ്യൂസിയത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോ ഈ ഒരു സ്റ്റാച്യു പ്ലേസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ മ്യൂസിയം, ന്യൂഡൽഹി. അപ്പൊ നിലവിൽ ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ ബ്രോൺസ് സ്റ്റാച്യു എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹി. അപ്പൊ ഇതാണ് ഡാൻസിങ് ഗേളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ. ഇനി എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് ആയിട്ട് ഈ ഒരു സ്റ്റാച്യു ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി വന്നായിരുന്നു. കോൺട്രവേഴ്സി ഇതായിരുന്നു, NCERT ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റീസെന്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ
ഈ ഒരു ഡാൻസിങ് ഗേളിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മോഡിഫൈഡ് ഇമേജ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എന്താണ് ഈ കോൺട്രവേഴ്സി ഞാൻ പറയാം, അതിന് മുമ്പ് ഈ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞോട്ടെ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 2 and 3 ഉള്ളി. ഇനി എന്തായിരുന്നു കോൺട്രവേഴ്സി എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10.5 സെന്റിമീറ്റേഴ്സ് ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 10.5 സെന്റിമീറ്റേഴ്സ്, അപ്രോക്സിമേറ്റ്ലി 10.5 സെന്റിമീറ്റേഴ്സ് ആണെന്ന് ഈ ഒരു സ്റ്റാച്ചുവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റാച്ചുവിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ടോർസോ, അതായത് ചെസ്റ്റും അപ്പർ ബോഡി പാർട്സ് ഉള്ള ടോർസോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടോർസോ എന്താണ്, അൺകവേർഡ് ആണ്. അതായത് പ്രത്യേകിച്ച് എന്തില്ല, ഈ ഒരു ടോർസോയ്ക്കകത്ത് ക്ലോത്ത്സ് ഒന്നുമില്ല, ഇതൊരു ബെയർ ടോർസോ ആണ്. ഒരു ഡാൻസിങ് ഗേളിന്റെ ബ്രോൺസ് സ്റ്റാച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ബെയർ ടോർസോ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ചെസ്റ്റിന്റെ ഭാഗത്തും അപ്പർ ബോഡിയുടെ ഭാഗത്തും എന്തില്ല, ക്ലോത്ത്സ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് കഴുത്തിൽ എന്തുണ്ട്, ഒരു നെക്ലസ് കാണാനായിട്ട് സാധിക്കും. റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഹിപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ് ഹാൻഡ് ഹിപ്പിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഹാൻഡിലായിട്ട് 4 ബാംഗിൾസ് ഉണ്ട്. സോ റൈറ്റ് ഹാൻഡിലായിട്ട് 4 ബാംഗിൾസ് ഉണ്ട്. ദെൻ ലെഫ്റ്റ് ഹാൻഡ് ഒരു ഫ്രീ പൊസിഷനിൽ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. ഇനി ലെഫ്റ്റ് ഹാൻഡിലായിട്ട് എന്തുണ്ട്, ഏതാണ്ട് ഒരു 24 to 25 ബാംഗിൾസ് ഉണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡിലായിട്ട് അറൌണ്ട് 24 to 25 ബാംഗിൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ 10.5 സെന്റിമീറ്റേഴ്സ് മാത്രമാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ബെയർ ടോർസോ ആണുള്ളത്. മീൻസ് നമ്മുടെ ചെസ്റ്റിന്റെ പോർഷനും അപ്പർ ബോഡിയുടെ പോർഷനകത്ത് എന്തില്ല, നമുക്ക് ക്ലോത്ത്സ് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ കഴുത്തിൽ എന്തുണ്ട്, ഒരു നെക്ലസ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ഹിപ്പിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ഹാൻഡിലായിട്ട് നമുക്ക് 4 ബാംഗിൾസ് കാണാനായിട്ട് സാധിക്കും. ഇനി ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഫ്രീ പൊസിഷനിൽ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. ആൻഡ് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു 24 to 25 ബാംഗിൾസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഇത്തവണ ഇപ്പോൾ വന്ന കോൺട്രവേഴ്സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NCERT ഇപ്പോൾ പബ്ലിഷ് ചെയ്ത റീസെന്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഈ ഒരു ടോർസോയുടെ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ ക്ലോത്ത് വെച്ച് കവർ ചെയ്യുന്ന ഒരു മോഡിഫൈഡ് ഇമേജ് ആണ്. അതായത് ഈ ഒരു ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്ചുവിനെ എന്താണ്, സാരി ഉടുപ്പിച്ച രീതിയിലുള്ള ഒരു പിക്ചറാണ് ഇത്തവണ NCERT ടെക്സ്റ്റ് ബുക്കിൽ അവർ പബ്ലിഷ് ചെയ്തത്. സോ ഇത് കോൺട്രവേഴ്സി ആയപ്പോൾ എന്ത് ചെയ്തു, ആ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വിഡ്രോ ചെയ്തു. ആൻഡ് പുതുതായിട്ട് പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ഇമേജ് തന്നെയാണ് എന്തിരിക്കുന്നത്, ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. സോ അതായിരുന്നു ഇത്തവണ റീസെന്റ് ആയിട്ട് വന്ന കോൺട്രവേഴ്സി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ ഡാൻസിങ് ഗേൾ സ്റ്റാച്ചു. അതുകൊണ്ട് തന്നെ ഡാൻസിങ് ഗേൾ സ്റ്റാച്ചുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നവരെ താങ്ക് യു.